ഇതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാത്തിന്റെയും പണി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ആ സൂപ്രണ്ട് ഓഫീസറൊക്കെ ഒന്ന് കയറി ചെല്ലാൻ പറ്റുന്നില്ല. നിങ്ങളെ കുറിച്ചുള്ള പരാതിയോട് പരാതിയാണ്. എന്ത് പരാതിയോ? ഇവിടെ കൃത്യസമയത്ത് പാർസലും കത്തുകളും ആളുകൾക്ക് എത്തിച്ചാലെന്താ? താൻ പല സ്ഥലത്തേക്കും പോകുന്നേ ഇല്ല എന്ന് ആളുകൾ പറയുന്നത്. അയ്യോ സാർ, അങ്ങനെയൊന്നും ഞാൻ എല്ലാ സ്ഥലത്തും പോയി കൊടുക്കണമെന്ന്. ഇയാൾ എനിക്കൊന്നും വേണ്ടടോ. ഇവിടെ വരുന്ന മാസികൾ മുഴുവൻ വീട്ടിൽ കൊണ്ടുപോയി ആക്രിക്കാർക്ക് തൂക്കി കൊടുക്കല്ലേ തന്നെ പണി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒന്നിനും കൊള്ളാത്ത കുറെ ജീവനക്കാര്. ഞാൻ പൊക്കോട്ടെ? എന്റെ പൊന്നു കൊച്ചേ, ഇവിടുത്തെ സ്റ്റാമ്പും കാർഡും ഒക്കെ നീ എവിടെ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് സമാധാനം പറയും? ഇവിടെ പോസ്റ്റ് മാഷ് ഞാനാണ്, അറിയാമോ? നിങ്ങളെയൊക്കെ ചീത്ത പറഞ്ഞ് എനിക്ക് നാണം വന്നു തുടങ്ങി. ഇനി ആവർത്തിക്കില്ല സാർ. എന്താ ആവർത്തിക്കില്ല? ഇത് ഞാൻ ഇപ്പൊ കേൾക്കുന്നതല്ലോ, ഇവിടെ വന്ന സമയം മുതൽ കേൾക്കുന്നതാണല്ലോ. ആവർത്തിക്കില്ല ആവർത്തിക്കില്ല എന്ന്. എന്നിട്ട് അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. വക്കോ എന്താണോ ഒന്നും പറയാനില്ലേ? പലതും പറയാനുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ പൊക്കോ. എന്നാ പോ. ശ്യാമളെ കുറച്ച് സീലടിക്കാൻ കൊണ്ടുവരാനുണ്ട്. മാമൻ നിൽക്ക്. സുഗതം പോ. എന്താ സാർ? താൻ ഇപ്പോ ആ കുട്ടിയോട് എന്താ പറഞ്ഞത്? അല്ല, അത് ലെറ്റർ സീലടിക്കാനുണ്ട്. താൻ ഇനി കൂടുതൽ സീലടിപ്പിക്കണ്ട. ആ കുട്ടിയുടെ നെറ്റിയിൽ ഒരു സീല് താൻ കണ്ടോ? അത് എന്തിന്റെ സീല? കല്യാണം കഴിഞ്ഞതിന്റെ സീല. താൻ കുറെ പിന്നാലെ നടന്നതല്ലോ ഒലിപ്പിച്ചോണ്ട്. എന്നിട്ട് നടന്നോ? കിട്ടിയില്ലല്ലോ. അവളിട്ട് പോയില്ലേ? ഉളുപ്പ് വേണ്ടടോ. ആണുങ്ങളുടെ മാനം കളയാനായിട്ട് കുറെ ജന്തുക്കള് ഇങ്ങോട്ട് മുഖത്തേക്ക് നോക്കടോ. മുഖത്തേക്ക് നോക്കടോ. ഒന്നുകിൽ ആ മുഖത്തൊരു മീശ വെക്കി, ഇല്ലെങ്കിൽ വരക്കി. ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഏത് മഹാഭാവാണോ ആ ചെക്കൻ? എന്താ സുഖല്ലേ? ഇവിടെ ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാന്ന്? ബ്രിട്ടീഷുകാരോട് പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലിക്കൽ ഹംസക്കോയാന്ന് കേട്ടുണ്ടോ? അതിന്റെ വാപ്പയാണ്. അതിന് ഞാൻ എന്താണ് വേണ്ടത്? എന്താ വേണ്ടെന്നോ? അതുകൊണ്ട് നിങ്ങൾ ഇന്നോട് കളിക്കാൻ നിൽക്കരുതേന്ന്. അങ്ങേക്ക് എന്താ വേണ്ടതെങ്കിൽ പറയൂ. എനിക്ക് കളിക്ക് സമയമില്ല. നക്ക് കളിക്കാൻ സമയമുണ്ട്, ഞാൻ കളിക്കാം. ഇന്നോട് കാണിച്ച അനീതിക്ക് ഞാൻ ഉപഭോക്തൃ കോടതിയിൽ പോയി കേസ് കൊടുക്കും പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് കണക്കാക്കി? ഏതോ നാട്ടും പുറത്തുനിന്ന് ഏതോ ഒരു പൈസ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോണെന്ന്. ഞാൻ വെറുതെ അങ്ങോട്ട് ചെന്നിട്ടൊരു വോട്ടും ചെയ്തിട്ട് രാഷ്ട്രീയക്കാരനെ കുറ്റവും പറഞ്ഞിങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു സാധാരണ പൗരനല്ല. ഇങ്ങക്കെതിരെ ഉപഭോക്തൃ കോടതിയിൽ ഞാനൊരു പരാതി കൊടുത്തു എന്ന് അറിഞ്ഞിരുന്നോ? ഇല്ല. അറിഞ്ഞോ? ഇല്ല. ഉണ്ടാക്ക് അങ്ങ് പറഞ്ഞോളൂ. ആ കേസിൽ നമ്മൾ അങ്ങോട്ട് ജയിച്ച് തെറ്റിങ്ങളുടെ ഭാഗത്താന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് ഉത്തരവ് കിട്ടിക്കാണുന്നു വിശ്വസിക്കണ്. ഇനി എന്തെങ്കിലും പറയാണ്ടോ? നിന്റെ കാശങ്ങൾ തന്നൂടെ? പൈസ തരാം. അതിന് മുമ്പായിട്ട് ആ വിധി ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. വിധി വന്നല്ലോ. അത് ജില്ലാ ഉപഭോക്തൃ ഫോറത്തിന്റെ വിധി. ആ വിധിക്കെതിരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന ഉപഭോക്തൃ ഫോറത്തിന് അപ്പീൽ പോയിട്ടുണ്ട്. അതിന്റെ വിധി ഒന്നും ഇങ്ങോട്ട് വന്നാൽ അങ്ങയുടെ പൈസ അങ്ങേക്ക് തരാം, അത് അങ്ങേക്ക് കൊണ്ടുപോവാം. അതിന് മുമ്പ് പൈസ തരാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കേണ്ട, പൈസ കിട്ടില്ല. അതായത് നിങ്ങളുടെ വിധി വന്നല്ലോ, അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട് ഞങ്ങള്. അതിന്റെ വിധി വരട്ടെ. അതിന്റെ വിധി വന്നാലേ പൈസ തരാൻ പറ്റൂ, ഇല്ലെങ്കിലും അങ്ങേക്ക് പൈസ തരാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ കാര്യങ്ങള്? ഇല്ല. ഓ, രാവിലെ മുതൽ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ വലിഞ്ഞു കയറി വന്ന് അവരോട് മുഴുവൻ വായിട്ട് അലിച്ചിട്ട് എന്റെ ചങ്കിന് വെള്ളം പറ്റിയിരിക്കുകയാണ് ഞാനിവിടെ. അങ്ങയോട് പറഞ്ഞതല്ല. ഓരോ സ്ഥാനത്തിരിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇത് വരുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ. അറിയില്ല. അതാണ്. അപ്പൊ ഇനി ഇരിക്കണ്ട, പോയിക്കോളൂ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? ഈ ഇവിടെ കുടിക്കാൻ വെള്ളം പുറത്ത് വെച്ചു ചൂടാ. ഞാൻ കുടിച്ചോളൂ. അങ്ങക്കൊക്കെ വെള്ളം പുറത്താ, അവിടെ പുറത്ത് പോയി കുടിച്ചോ. എന്തൊരു ബുദ്ധിയാണ് റബ്ബേ ഇത്.